ഫുട്ബോളിൽ കേരളത്തിന്റെ ലോകകപ്പ് വിജയമായിരുന്നു അത്. അതെ, അങ്ങനെ തന്നെയാണ് മലയാളി ഫുട്ബോൾ ആരാധകർ ആ വിജയത്തെ നെഞ്ചേറ്റിയത്. ദേശീയ ഫുട്ബോൾ കിരീടമായ സന്തോഷ് ട്രോഫിയിൽ ആദ്യമായി മലയാളത്തിന്റെ ഉമ്മകൾ പതിഞ്ഞ ദിനം 1973 ഡിസംബർ 27 കൊച്ചി മഹാരാജാസ് കോളേജ് മൈതാനത്തിന്റെ മടിത്തട്ടിൽ ഗ്യാലറി തിങ്ങിനിറഞ്ഞ കാണികളെ സാക്ഷിയാക്കി കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി പിടിച്ചെടുക്കുമ്പോൾ എതിരാളിയുടെ വലയിൽ 3 ഗോളുകൾ അടിച്ചുകയറ്റി കപ്പുയർത്തിയ നായകനാണ് ഇന്നലെ വിട പറഞ്ഞ ടി.കെ. സുബ്രഹ്മണ്യൻ എന്ന ക്യാപ്റ്റൻ മണി. ഫൈനലിൽ 2-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു ജയം. 7 ഗോളുകൾ നേടി ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ പദവിയും പങ്കിട്ടു. കണ്ണൂർ ജിംഖാനയിലൂടെ തുടങ്ങി ഫാക്ട് ഫുട്ബോളിലൂടെ വളർന്ന് കേരളത്തെയും പിന്നെ ഇന്ത്യയെയും നയിച്ചു ക്യാപ്റ്റൻ മണി. അക്കാലത്തെ ഒട്ടുമിക്ക ടൂർണമെന്റുകളിലും ഫാക്ട് ജയിച്ചു കയറിയപ്പോൾ അതിനെല്ലാം കരുത്തായി മികച്ച ഷോട്ടുകൾ ഉതിർക്കാനും പന്തിനെ കുരുത്തിടാനും ശേഷിയുള്ള ആ കാലുകളുണ്ടായിരുന്നു. ഓരോ സന്തോഷ് ട്രോഫി വരുമ്പോഴും കേരള ഫുട്ബോൾ മണിയെ ഓർത്തു, പിന്നെ മറന്നു. വാർദ്ധക്യത്തിൽ മണിയെ ദുഃഖിപ്പിച്ചത് ഒന്നുമാത്രം, ഏറെ കഷ്ടപ്പെട്ടപ്പോഴും അർഹമായ പരിഗണന എങ്ങുനിന്നും ലഭിച്ചില്ലല്ലോ എന്ന്. സ്പോർട്സ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.